നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം വിഷുഫലത്തെ പറ്റിയാണ് പറയുന്നത്. അത് പൂരം നക്ഷത്രത്തിന്റെ വിഷുഫലമാണ് ഞാൻ പറയാൻ പോകുന്നത്. നേരത്തെ ഒരു വീഡിയോയിലും ഇതിനു മുമ്പുള്ള നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ വിഷുഫലം ഈ പൂരം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അതാണ്. അപ്പൊ അന്നാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം വിഷു ഏപ്രിൽ 15 അതായത് മേടം 2. കാരണം സൂര്യൻ സംക്രമിക്കുന്നതിന് മുമ്പ്, അതായത് മേടൻ രാശിയിൽ സംക്രമിക്കുന്നതിന് മുമ്പ് സൂര്യോദയം കഴിഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അതിനുശേഷം സൂര്യോദയം കഴിഞ്ഞതിന് ശേഷവും ഈ മേടൻ രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നത്. അതുകൊണ്ട് ആണ് അത് പിറ്റേ ദിവസത്തേക്ക് ആയി മാറുന്നത്. അപ്പൊ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് ഓരോ നക്ഷത്രങ്ങളെയും പല വിധത്തില് വേർതിരിച്ചിട്ടുണ്ട്. അതായത് ശൂലമെന്നും ഷഡ്ഗമെന്നും വേർതിരിച്ചിട്ടുണ്ട്. പഞ്ചാംഗ വിധി പ്രകാരമുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഈ കൊല്ലത്തെ പഞ്ചാംഗ വിധി പ്രകാരം ഓരോ നക്ഷത്രക്കാരെയും 2 തിരിച്ചിരിക്കുന്നത്. അതായത് ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലത്തിൽ വരുന്ന ഒരു ഭാഗം നക്ഷത്രക്കാർ. അതുകൂടാതെ ആദ്യഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം ഇതിൽ വരുന്ന 2ാമത്തെ വിഭാഗം. ഇതില് 2ാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ഈ വർഷം വിഷുഫലമായി കൂടുതൽ നല്ല ഫലങ്ങൾ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് പൂരം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ വിഷുഫലം എന്താണെന്ന് നോക്കാം. പൂരം നക്ഷത്രക്കാർ പഞ്ചാംഗ വിധി പ്രകാരം മധ്യഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രമാണ്. അപ്പൊ മധ്യഷഡ്ഗത്തിലാണ് ഇവര് വരുന്നത്, പൂരം നക്ഷത്രക്കാര്. അപ്പൊ സംക്രമ പുരുഷന്റെ ആ സംക്രമിക്കുന്ന സമയത്തിന്റെ പ്രത്യേകത അനുസരിച്ച് വരുന്ന വിഷുഫലം അതാണ് ഇവിടെ പറയുന്നത്. ഇവരെ സംബന്ധിച്ച് ലോക ബഹുമാനം കിട്ടാവുന്ന ഒരു വിഷുഫലമാണ് ഇവരെ സംബന്ധിച്ച്. ഈ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലോക ബഹുമാനം കിട്ടും, സ്ഥാനമാന ലബ്ധി കിട്ടുമായിരിക്കും. അതായത് സ്ഥാനം കിട്ടും, അതേപോലെ തന്നെ ഉയർന്ന പദവിയും കിട്ടാനുള്ള അവസരങ്ങൾ വരുന്നതാണ്. സമൂഹം അംഗീകരിക്കുന്നവരായിരിക്കും. ഈ വിഷുഫലമായി ഇവരെ സമൂഹം അംഗീകരിക്കുന്നവരായി ഇവർ മാറും. ജനപിന്തുണ കിട്ടുന്നവരാകും ഇവർക്ക് ജനപിന്തുണ കിട്ടാനുള്ള സാധ്യതയും ഈ സമയത്ത് ഈ വിഷുഫലമായി ഇവർക്ക് ഉണ്ടാകുന്നതാണ്. കലാകാരന്മാർക്ക് പ്രശസ്തി ഉണ്ടാകുന്ന ഒരു സമയമാണ്. കലാകാരന്മാർക്ക് പ്രസക്തി ഉണ്ടാകുന്ന ഒരു സമയം. ഈ പ്രശസ്തി ഒരുപാട് പ്രശസ്തിയും ഒരുപാട് നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഒരു കമന്റ് ഇടാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഈ ലൈക്കും കമന്റും സബ്സ്ക്രൈബറും എൻ്റെ ചാനലിന് വളരെ ആവശ്യമാണ്.
അതുകൊണ്ടാണ് ഇതൊന്ന് ചെയ്യണമെന്ന് നിങ്ങളോട് പറയുന്നത്. പിന്നെ കലാകാരന്മാർക്ക് മാത്രമല്ല, ജനപ്രീതി നേടുന്നവരുമായിരിക്കും ഇവര്. കലാകാരന്മാരില്ല മാത്രമല്ല, ജനങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും ജനപ്രീതി കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. ചുറ്റുമുള്ളവരോട് പെരുമാറുമ്പോൾ, ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് വലിയ തോതിലുള്ള പിന്തുണയും ഇഷ്ടവും പൊതുസമൂഹത്തിൽ നിന്നും ഇവർക്ക് വിഷുഫലമായി കിട്ടുന്നതാണ്. വിശേഷപ്പെട്ട വസ്ത്രാഭരണങ്ങൾ കിട്ടാൻ ഈ വിഷുഫലം ഇവരെ സഹായിക്കും. വിശേഷപ്പെട്ട വസ്ത്രാഭരണങ്ങൾ കിട്ടും. വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ഇവർക്ക് കിട്ടുന്നതാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങാനിടവരും ഇവർ. വീട് നിർമ്മാണത്തിനാവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കുകയും ചിലർ വീട് നിർമ്മിക്കുകയും മറ്റു ചിലർ നിർമ്മിച്ച വീട്ടിൽ ഗൃഹപ്രവേശനം നടത്തുകയും ചെയ്യും. വസ്തു കൈമാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയവും കൂടിയാണ്. വസ്തു കൊടുത്തിട്ട് വേറെ വസ്തു വാങ്ങുക, അങ്ങനെയുള്ള കൈമാറ്റങ്ങൾ നടക്കാവുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. വസ്തു കൈമാറ്റം നടക്കും. പൊതുവെ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ സാധിക്കുന്ന വർഷം കൂടിയാണ് ഈ വിഷുഫലം. സമാധാനപരമായ ഒരു ജീവിതം ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പൂരം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ് ഈ കൊല്ലത്തെ വിഷുഫലം. ഐശ്വര്യവും സ്ഥാനമാന ലബ്ധികളും ഇവരെ തേടിയെത്തുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ഇവർ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം പുരോഗതി ഉണ്ടാവുകയും കാര്യവിജയങ്ങൾ ഉണ്ടാവുകയും തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ച് ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അതിന്റെ തടസ്സങ്ങൾ മാറി ഇവർക്ക് ഈ പൂരം നക്ഷത്രക്കാർക്ക് അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വിഷുഫലമാണ് ഇവരെ കാത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സുഹൃത്തുക്കളുമായും ബന്ധുജനങ്ങളുമായൊക്കെ വളരെ സൗഹാർദ്ദപരമായി കഴിഞ്ഞുകൂടാൻ പറ്റുന്ന ഒരു സമയവും കൂടിയാണ് ഇവർക്ക് വരാൻ പോകുന്നത്. ഐശ്വര്യവും സ്ഥാനമാന ലബ്ധികളും ഇവരെ തേടിയെത്തുന്ന ഒരു സമയം. ഈ വിഷുഫലം ഐശ്വര്യപൂർണമായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.